ഇസ്ലാമിക കലണ്ടർ പ്രകാരം വിശുദ്ധ മാസമായ മുഹറം മാസത്തിലെ അതിപ്രധാനമായ 9-10 നോമ്പ് ആചരിച്ച് വിശ്വാസികൾ. റമദാൻ വ്രതം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട നോമ്പാണ് മുഹറം മാസത്തിലെ 9-10 നോമ്പ്. മുഹറത്തിലെ വളരെ പവിത്രമായ ദിനമാണ് ആശുറ അഥവാ മുഹറം 10. കേരളത്തിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ മുഹറം 9 താസൂറ ചൊവ്വാഴ്ചയും 10 ആശുറ ബുധനാഴ്ചയുമാണ്. യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയ ജാഹിലിയ യുഗത്തിലും വളരെ പവിത്രത മുഹറം മാസത്തിന് നൽകിയിരുന്നതായി ചരിത്രത്തിലുണ്ട്. ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. ആദ്യ പ്രവാചകൻ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പല നബിമാരുടെയും ജീവിതത്തിലെ അവിസ്മരണീയ സംഭവങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്തത് ഈ ദിവസത്തെയാണ്. പ്രവാചകന്മാരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ആദം നബിയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചതും മഹാനായ ഇദ്രീസ് നബിയെ 4-ാം ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തിയതും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും പ്രവാചകൻ ഇബ്രാഹിമിനെ രക്ഷിച്ചതും പ്രളയകാലത്ത് നൂഹ് നബിയെയും അനുയായികളെയും കപ്പലിൽ കയറ്റി രക്ഷിച്ചതും ഈ മാസത്തിലാണ്. മുഹറം മാസത്തിൽ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് പ്രവാചകൻ പറയുന്നു. മുഹറം 10 മാത്രമല്ല 9 അസാധ്യമെങ്കിൽ 11 നോമ്പെടുത്ത് ഇരട്ടയായി അവസാനിപ്പിക്കൽ സുന്നത്താണെന്നുകൂടി ചരിത്രത്താളുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ 10 മുഴുവൻ നോമ്പ് പുണ്യമുള്ള ദിനങ്ങളുമാണ്. ഒരു നോമ്പിന് 30 നോമ്പിന്റെ പുണ്യം ലഭിക്കുമെന്നും പല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇസ്ലാം മതവിശ്വാസികളും ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാനൊരുങ്ങുന്ന പുതുവർഷമാണ് മുഹറം. ഇതിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ പ്രഭാഷണങ്ങളും നടത്തിവരാറുണ്ട്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം.